CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ ഇങ്ങോട്ട് ഉടച്ചു വാർക്കാനുള്ള എന്തൊക്കെ തീരുമാനങ്ങളാണെന്നറിയോ അവിടെ നടപ്പിലാക്കുന്നത്? അടിച്ചു കാച്ചല് ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനായിട്ട് വളരെ നല്ല ഒരു ടീം. ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം, അത് മയക്കുമരുന്ന്, ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തുകയാണ്. അപ്പോൾ പുകവലി, മദ്യപാനമൊക്കെ നിർത്താൻ താല്പര്യമുള്ളവർക്ക് സഖാവും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാൻ നടത്തിയ ഒരു ക്യാമ്പയിന്റെ ചില ഭാഗങ്ങൾ കാണാം. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. സർക്കാർ എന്ത് ക്യാമ്പയിന് നടത്തുന്നുണ്ട് എന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്? ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനൊക്കെ എതിരെയാണ് ക്യാമ്പയിന്? പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? ഓക്കെ, അപ്പൊ ഇനി ക്യാമ്പയിന്റെ അടുത്ത സ്റ്റെപ്പ്. ഞാൻ വലിക്കുമായിരുന്നു, MD വലിക്കുമായിരുന്നു. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ പറയണമല്ലോ. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു, വസ്തുതയാണ്. ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോ ഒരു പോക വലിച്ച കൊച്ചു കുട്ടികള് ഒരു കൊച്ചു പുകെടുത്താല് എന്താ പ്രശ്നല്ലേ? വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്, വലിയ പ്രശ്നമാക്കണ്ടല്ലേ? പക്ഷെ സർക്കാർ എന്തോ നടത്തുന്നുണ്ടല്ലോ. ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു സംശയം വേണ്ട, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും പുരോഗമനത്തിന്റെ വഴിയിൽ കേരളം സഞ്ചരിക്കുക തന്നെ ചെയ്യും. അതിന് പുരോഗമനം വേണ്ടാന്ന് മന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ്, കേസെടുക്കുന്നതിന് മുമ്പ് കുട്ടികളാണ്, അവരെ ഉപദേശിക്കണം. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇൻജൂരിയസ് ആയിട്ട് കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇടക്കൊക്കെ നമ്മൾ ചെറുതായിട്ട് അല്ലേ, ഞാൻ വലിക്കുമായിരുന്നു, പറഞ്ഞങ്ങോട്ട് കുടുങ്ങുക. അതാണ് മൂപ്പരുടെ ഒരു ലൈന്. എന്റെ ദൈവമേ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇങ്ങനെ നിങ്ങൾ ക്യാമ്പയിനിങ് നടത്തിയാല്, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പോളിടെക്നിക്കിലെ കുട്ടികൾ ഓരെന്ത് പറയും? ദേശം മനുഷ്യത്വം വേണമെന്നാണ് വളരെ വിനയപൂർവ്വം ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതുപോലെ എന്തൊക്കെ പുരോഗമനങ്ങൾ പഠിപ്പിക്കും, എന്തൊക്കെ ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്തുന്നൊക്കെ കാത്തിരുന്ന് കാണാം.